നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് 29 മെയ് 2021 ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ്, ഡൽഹി എഡിഷൻ. അതിൽ നമ്മൾ UPSC ആസ്പിറേഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3-4 വാർത്തകൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബേസിക്സ് എല്ലാം വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അനാലിസിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു നെയ്ബർഹുഡ് ഇഷ്യൂ ആണ്. നേപ്പാളിൽ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് GS2 സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തൊരു വാർത്തയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് GS2, GS3 ടോപ്പിക്സ് ഞാൻ വ്യക്തമായിട്ട് ഏതൊക്കെ ന്യൂസസ് GS2 വരുന്നതാണ്, ഏതൊക്കെ GS3 വരുന്നതാണ്, GS1 വരുന്നതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ സെപ്പറേറ്റ് ആയി നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. GS1 വാർത്തയെല്ലാം സെപ്പറേറ്റും GS2 വാർത്തയെല്ലാം സെപ്പറേറ്റ്. അപ്പോൾ നമുക്ക് മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്യാനും പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അല്ല ടോപ്പിക് വൈസ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. സിലബസ് വളരെ വൈഡാണ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ ന്യൂസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ GS2 ആണ്. നേപ്പാൾ പൊളിറ്റിക്കൽ ക്രൈസിസ് ആൻഡ് റിലേഷൻ വിത്ത് ഇന്ത്യ. ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് ഡെമോക്രസി അറ്റ് സ്റ്റേക്ക് ഇൻ നേപ്പാൾ. അവിടെ ഒരു ഡെമോക്രസീനെ ബാധിക്കുന്ന രീതിയിലൊരു ഇഷ്യൂ നേപ്പാളിൽ നടക്കുന്നുണ്ട്. അതിനെ റിലേറ്റ് ചെയ്യുന്നൊരു വാർത്തയാണിത്. അപ്പോൾ ഇത് 2012 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ കണ്ടിന്യൂസ് ഇഷ്യൂസ് ദാറ്റ് ഹാവ് കോസ്ഡ് ദ പ്രോലോങ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോക്ക് ജാം ഇൻ നേപ്പാൾ. അവിടെ എന്തൊക്കെ ഇഷ്യൂസാണ് നടന്നിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ ലോക്ക് ജാമിലേക്ക് എത്തിപ്പെട്ട രീതിയിലുള്ള ഇഷ്യൂ എന്തൊക്കെയാണ് എന്ന് 2012 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നേപ്പാളിലെ മൊണാർക്കിയാണ്, രാജാവാഴ്ചയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകളായ മദേശി പോലത്തെ ഗ്രൂപ്പുകൾ, ട്രൈബ്സുകൾ, അവർക്ക് ഇന്ത്യയായിട്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യ എങ്ങനെ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയായിട്ട് ബന്ധമുള്ളൊരു സംഭവം കൂടിയാണ്. ഓക്കെ, നമുക്ക് അവിടുത്തെ കൾച്ചറൽ ഇത് നിലനിർത്തുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ അവരുടെ കാര്യത്തിൽ അധികം ഇൻറ്റേർണൽ കാര്യങ്ങൾ ഇൻ്റർവ്യൂൻ ചെയ്യാതെ ഇതിനെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വാർത്തയിലേക്ക് പോകാം. അതിന് മുന്നേ ഇപ്പോൾ എന്താണ് അവിടെയുള്ള ക്രൈസിസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിലേക്ക് നോക്കാം. എല്ലാ പ്രാവശ്യവും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇടും. ഈ സാമ്പിൾ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന രീതിയിൽ നമുക്ക് ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പൊളിറ്റിക്കൽ ക്രൈസിസ് ഓഫ് ഇൻ നേപ്പാൾ ഈസ് ബീയിങ് സീൻ ടു ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്ത്യസ് ഇൻ്റർവെൻഷൻ. വാട്ട് ഷുഡ് ബി ഇന്ത്യസ് അപ്രോച്ച് ടുവാർഡ്സ് നേപ്പാൾ ഇൻ ടു കൗണ്ടർ സച്ച് അലിഗേഷൻ. ഓക്കെ, അപ്പോൾ ഇത്തരം പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ ഇന്ത്യയുടെ ഇൻ്റർവെൻഷൻ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ പറയുന്ന രീതിയിലായിരിക്കും നമ്മളിന്ന് ആൻസർ നോക്കാൻ പോകുന്നത്. കണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ ക്രൈസിസിനുള്ള കാരണം ഓൺ May 2021 ദ പ്രസിഡൻറ്റ് ഓഫ് നേപ്പാൾ ഡിസോൾഡ് ദ പാർലമെൻറ്റ് ഡിനൈങ് ദ ക്ലെയിമിംഗ് ഓഫ് ബോത്ത് റൂളിംഗ് ആൻഡ് ഓപ്പോസിഷൻ പാർട്ടി. അതായത് നേപ്പാൾ പ്രസിഡൻറ്റ് പാർലമെൻറ്റ് പിരിച്ചുവിടുകയുണ്ടായി. റൂളിംഗ് പാർട്ടീൻ്റെ പോയിൻറ്റ്സും അതുപോലെ ഓപ്പോസിഷൻ പാർട്ടിയുടെ പോയിൻറ്റ്സും രണ്ടും കണക്കിലെടുക്കാതെ എടുത്തൊരു തീരുമാനമായിരുന്നു അത്. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റൂളിംഗ് പാർട്ടിക്കും ഓപ്പോസിഷൻ പാർട്ടിക്കും ഒരേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും കൺസിഡർ ചെയ്യാതെ എടുത്തൊരു തീരുമാനമാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ റോള്, നേപ്പാളിലെ പ്രസിഡൻ്റ് റോള് ഒരു ചോദ്യം ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ വന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നേപ്പാൾ പ്രസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഹൗസ് ഇതുപോലെ തന്നെ ഡിസോൾവ് ചെയ്തിരുന്നു. അതും ആരുടെ അഡ്വൈസിൻ്റെ ബേസിലായിരുന്നു വെച്ചാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ PM ഒലിയുടെ ബേസിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അന്നത് ഈ December 2020 ഈ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ വാക്ക് കേട്ടിട്ടാണ് പ്രസിഡൻറ്റ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഇൻറ്റേർണൽ കൺഫ്ലിക്റ്റ് ഇൻ റോൾ ഇൻ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ ഭരിക്കുന്ന പാർട്ടി. അവിടെ ഉണ്ടാകുന്ന ചില ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്ന് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അന്ന് പ്രൈം മിനിസ്റ്ററായ KP ശർമ്മ ഒലി പറഞ്ഞു, ഇവിടെ ഈ ഡെസല്യൂഷൻ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. അതായത് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ നടപ്പാക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ നോൺ കോൺഫിഡൻറ്റ് മോഷൻ ഉണ്ടാവുമെന്ന് ശർമ്മ ഒലിക്ക് മനസ്സിലായി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് നോൺ കോൺഫിഡൻസ് മോഷൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ സഭ പിരിച്ചുവിടണം എന്നുള്ളൊരു തീരുമാനം പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റിനോട് പറയുകയായിരുന്നു. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂൾ ചെയ്യുന്നൊരു പാർട്ടിക്ക്, അതായത് എലക്ട് ചെയ്ത് വന്ന പാർട്ടിയിൽ ഉള്ള ആൾക്കാർക്ക് റെപ്രസെൻറ്റേറ്റീവ്സിന് ആ പാർട്ടിയിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഓക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതിൻ്റെ എന്താ പറയുക ആ ഒരു പാർട്ടിയെ തന്നെ പിരിച്ചുവിടാനുള്ള, അതായത് അവരുടെ
ഭരണത്തിൽ അവർക്ക് വിശ്വാസമില്ല, അവരുടെ ഗവൺമെൻറ്റിൽ വിശ്വാസമില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നതിനെയാണ് നമ്മൾ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ നോൺ കോൺഫിഡൻസ് മോഷൻ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി അവർക്ക് ഇപ്പോഴും മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടതായി വരും. ഓക്കെ, അവിടെ ഭരണത്തിൽ ജയിച്ച പാർട്ടിക്ക് അവിടെ മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടതായി വരും. സോ അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ പാർലമെൻറ്റിനെ പിരിച്ചുവിടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ KP ശർമ്മ ഒലി. ഇഷ്യൂ ഡിസംബറിലുണ്ടായതാണ്. ഹൗഎവർ ദിസ് ഡിസൊല്യൂഷൻ ഹാസ് ചലഞ്ചർ ഇൻ ദ സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ അതൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി അതിൻ്റെ വിധി വരുത്തി, വിച്ച് പാസ്ഡ് എ വെർഡിക്റ്റ് ഓൺ 22 February 2021 ടു റീഇൻസ്റ്റേറ്റിംഗ് ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. സോ പാർലമെൻറ്റ് രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതി വിധി വന്നു February 22. സോ അതിൻ്റെ ഫലമായിട്ട് തന്നെ പിന്നെയും എഗെയിൻ എ വോട്ട് ഓഫ് കോൺഫിഡൻസ് വാസ് പാസ്ഡ്. May 2021 വോട്ട് ഓഫ് കോൺഫിഡൻസ് പാസ് ചെയ്തു. പക്ഷെ അപ്പോഴും PM ഒലി ഫെയിൽഡ് ടു പ്രൂവ് ദ മെജോറിറ്റി. അപ്പോഴും PM ഒലിക്ക് അദ്ദേഹത്തിന് മെജോറിറ്റി, പാർട്ടിയാണ് മെജോറിറ്റി എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് കിട്ടിയില്ല. ഓക്കെ, സോ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ആർട്ടിക്കിൾ 76(2) ഓഫ് നേപ്പാളി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ലീഡർ ടു ഫർണിഷ് പ്രൂഫ് ഓഫ് മെജോറിറ്റി സപ്പോർട്ട് ഇൻ എ ഹൗസ് ആൻഡ് ദെൻ പ്രൂവ് ഇറ്റ് ഓൺ എ ഫ്ലോർ വിത്തിൻ എ മന്ത്. ഓക്കെ, ഒരു മെജോറിറ്റി സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കുന്ന ആൾ അത് ഒരു മാസത്തിനുള്ളിൽ അത് പ്രൂവ് ചെയ്യണം. ഇഫ് നോ ക്ലെയിം ഈസ് മെയ്ഡ് ബൈ ദ ഡെഡ് ലൈൻ, ഈ ഒരു മാസത്തിനുള്ളിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് പ്രസിഡൻറ്റ് ഇൻവോക്കിംഗ് ആർട്ടിക്കിൾ 76(3). അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത പ്രസിഡൻറ്റ് അവിടെ ആർട്ടിക്കിൾ 76(3) ഇൻവോക്ക് ചെയ്യും. 76(3)ൽ പറയുന്നത് വെച്ചാൽ വിച്ച് വുഡ് മീൻ ലീഡർ ഓഫ് എ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ഹൗസ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ഭരണം കിട്ടിയ ലാർജസ്റ്റ് പാർട്ടി ഏതാണോ, മെജോറിറ്റി പാർട്ടി ഏതാണോ, ഇൻ ദിസ് കേസ് ഇപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ കേസ് പറയുകയാണെങ്കിൽ ഒലി, ശർമ്മ ഒലി അദ്ദേഹം തന്നെ. ആൻഡ് ഹീ വുഡ് ബി ഹാവ് ഇൻവൈറ്റഡ് ടു ഫോം ഗവൺമെൻറ്. അദ്ദേഹത്തിന് തന്നെ പിന്നെയും ഗവൺമെൻറ് ആയി മാറാം, സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ്റായി മാറാം, തുടരാം, ഭരണത്തിൽ പിന്നെയും തുടരാം. ആൻഡ് പ്രൂവിങ് ഹിസ് മെജോറിറ്റി വിത്തിൻ 30 days. 30 daysനുള്ളിൽ മെജോറിറ്റി പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് എന്തോരം സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് കൊണ്ടുവന്നു. പക്ഷേ ആ പ്രൊപ്പോസൽ, അല്ലെ ആ അവർ കൊണ്ടുവന്ന പ്രൂഫെല്ലാം പ്രസിഡന്റ് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. പ്രസിഡൻറ്റിൻ്റെ റീസൺ പറഞ്ഞത് അവിടെ പാർട്ടിയിൽ ഒരു 26 സീറ്റുള്ളൊരു മെജോറിറ്റി പാർട്ടി ഉണ്ട്. സോ ആ പാർട്ടിയുടെ സപ്പോർട്ട് അവർക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി മുന്നോട്ട് വെച്ച ആ ക്ലെയിമിനെ പ്രസിഡൻറ്റ് ഇൻഡയറക്റ്റായിട്ട് അതങ്ങ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. സോ അപ്പോൾ എന്ത് പറ്റി, പിന്നെയും പഴയ പോലെ തന്നെ KP ശർമ്മ ഒലി തന്നെയായി, പിന്നെയും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും പിന്നെയും ഗവൺമെൻറ്റെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ പ്രസിഡൻറ്റ് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി എത്ര നമ്പർ ഓഫ് സീറ്റ്സാണ് മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ എത്ര മെജോറിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളത് കൺസിഡർ പോലും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നേപ്പാളിലെ പ്രസിഡൻ്റ് റോള് എന്താണെന്ന് ഇപ്പോൾ ഒന്നും കൂടെ ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ വന്നിരിക്കുകയാണ്. കാരണം ഒരു പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ റൂളിംഗ് പാർട്ടിയോടോ ഓപ്പോസിഷൻ പാർട്ടിയോടോ പ്രത്യേകിച്ച് ഒരു ഇത് കാണിക്കാൻ പാടില്ല. ഓക്കെ, അയാൾ വളരെ ന്യൂട്രലായി നിൽക്കേണ്ട ഒരാളാണ്. പക്ഷേ ഇത് ഓപ്പോസിഷൻ പാർട്ടിക്ക് കൺസിഡറേഷൻ കൊടുക്കാണ്ട് റൂളിംഗ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അവിടുത്തെ പ്രസിഡൻറ്റ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇപ്രാവശ്യവും PM ഒലിക്ക് അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതിൽ 76(3)ൽ പറയുന്നുണ്ടായിരുന്നു ഏതാണ് അവിടുത്തെ ലാർജസ്റ്റ് പാർട്ടി, ആ ലാർജസ്റ്റ് പാർട്ടിക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കാം, ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കിട്ടും. ആൻഡ് പ്രൂവ് ദ മെജോറിറ്റി വിത്തിൻ 30 days, 30 ദിവസത്തിനുള്ളിൽ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യവും PM ഒലിക്ക് അതിനെക്കൊണ്ട് സാധിച്ചില്ല, 30 ദിവസത്തിനുള്ളിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴും ഫെയിലായി. സോ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആസ് സച്ച് ദ പ്രസിഡൻറ്റ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് PM ഒലി ലീഡ് ദ ക്യാബിനറ്റ് ഹാസ് ഡിസൈഡഡ് ടു ഡിസോൾവ് ദ പാർലമെൻറ്റ്. അപ്പോൾ PM ഒലിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം പ്രസിഡൻറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് പിന്നെയും ഡിസോൾവ് ചെയ്തു, വിത്തൗട്ട് ഗിവിങ് ഓപ്പർച്യൂണിറ്റി ടു ഓപ്പോസിഷൻ കൊയലീഷൻ. സോ ഓപ്പോസിഷൻ പാർട്ടിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ PM ഒലിക്ക് മെജോറിറ്റി ഫോം ചെയ്യാൻ പറ്റിയില്ല എന്നത് കണ്ടിട്ട് പാർലമെൻറ്റ് പിന്നെയും പിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇതൊരു ഡെമോക്രസിയുടെ സംഭവമല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല വേണ്ടത്. സോ ഇതാണ് അവിടെയുള്ള മെയിനായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഓപ്പോസിഷൻ അലയൻസസ് നേപ്പാൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇതായിരുന്നു, നേപ്പാളീസ് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഷേർ ബഹദൂർ ദൂബേനെ അവിടുത്തെ പുതിയ പ്രൈം മിനിസ്റ്ററായി പ്രഖ്യാപിക്കണമെന്നും അതുപോലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിനെ രണ്ടാമതും റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നേപ്പാളിൽ ഇപ്പോൾ ഉള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അവിടുത്തെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും രണ്ടുപേരും ചേർന്നിട്ട് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിക്ക് ഒരു രീതിയിലുള്ള കൺസിഡറേഷനും കൊടുക്കുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ
അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ലീഡിങ് ആർട്ടിക്കിൾ കൂടിയാണ് UPSC പെർസെപ്ഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ മുന്നേ തന്നെ ഇന്ത്യയും നേപ്പാളും തമ്മിൽ വേറെ പല ഇഷ്യൂസ് ഉണ്ട്. വേറെ ചില ബൗണ്ടറി ഇഷ്യൂസും കാര്യങ്ങളും കാരണം ഇന്ത്യയും നേപ്പാളും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതൊന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മദേശി ഇഷ്യൂ. സോ അത് മദേശി ഇഷ്യൂ കാരണം 2015 ഇന്ത്യയിൽ ബോർഡറിൽ നിന്നുമുള്ള ബ്ലോക്കിംഗ് ഉണ്ട് നേപ്പാളിലേക്ക് പോകാനും വരാനൊക്കെ ആയിട്ട്. സോ നേപ്പാളി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അവിടുത്തെ മദേശി കമ്മ്യൂണിറ്റി പറഞ്ഞിരുന്നു എത്നിക് ഗ്രൂപ്പുകൾക്ക് അതിൽ നല്ലൊരു റെപ്രസെൻറ്റേഷൻ വേണമെന്ന്. അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരണം എന്നുള്ള കാര്യം. അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ മൊത്തമുള്ള ആൾക്കാരുടെ 40% ആൾക്കാരും മദേശി ട്രൈബ്സിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, ആ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ് 40% ആൾക്കാരും. പക്ഷേ ഈ മദേശി കമ്മ്യൂണിറ്റീൻ്റെ ഈ ഡിമാൻഡ് നേപ്പാളി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അംഗീകരിച്ച് കൊടുത്തില്ല. ഓക്കെ, നേപ്പാളി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അംഗീകരിച്ചില്ല. അതുമാത്രമല്ല, പ്രൊവിൻസസ് വന്നപ്പോഴത്തേക്ക് അതിൽ മദേശി കമ്മ്യൂണിറ്റിക്ക് ഒരു രീതിയിലുള്ള എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ, ഓക്കെ, അവർക്ക് ഫങ്ഷനിങ്ങിലൊന്നും ഒരു രീതിയിലും ഭാഗവാക്കാവാൻ പറ്റാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂ. അപ്പോൾ ഇത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ മദേശി കമ്മ്യൂണിറ്റി തീരുമാനിച്ചു ഇനി മുതൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ബോർഡർ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഈ ഇന്ത്യയും നേപ്പാളും കൂടെ ബോർഡർ ഷെയർ ചെയ്യുന്ന റീജിയൻ മുഴുവൻ അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് ഒട്ടുമിക്ക ഏരിയകളും അവിടെ താമസിക്കുന്ന എല്ലാം മദേശി കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ നേപ്പാൾ എന്നുള്ളത് ശരിക്കും ഒരു ലാൻഡ് ലോക്ക്ഡ് ആയൊരു രാജ്യമാണ്. അവർക്ക് സീ ഒന്നുമില്ല. അവർക്ക് എന്ത് സാധനങ്ങൾ വരണമെങ്കിലൊക്കെ ഇന്ത്യയിൽ കൂടെയൊക്കെ തന്നെ വേണം വരാൻ. അപ്പോൾ ഇങ്ങനെ ഇവർ ബ്ലോക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേപ്പാളിൽ വേണ്ട സാധനങ്ങൾ എത്താതായപ്പോഴത്തേക്കും അത് എക്കണോമിക്കലി നേപ്പാളിനെ നല്ല രീതിയിൽ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഈ ഇന്ത്യ ഈ ബ്ലോക്കേജിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നേപ്പാളിൽ പറഞ്ഞു വരുത്തിയിരുന്ന വാർത്ത. പക്ഷേ ഇന്ത്യ അത് ഒപ്പോസ് ചെയ്തു. ഇന്ത്യ അങ്ങനെ ഒരിക്കലും ഒരു ബ്ലോക്കിങ്ങിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദേശികൾക്ക് അവിടുത്തെ ഈക്വൽ റൈറ്റ്സ് വേണമെന്നുള്ളതിനെ ഡിനൈ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്തൊരു പണിയാണിത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഡിനൈഡ് സിറ്റിസൺഷിപ്പ് ടു ചിൽഡ്രൻ ബോൺ ഓഫ് നേപ്പാളി മദർ ഹു ഹാഡ് ഫോറിൻ ഹസ്ബൻഡ്. ഒരു നേപ്പാളി മദറിന് നേപ്പാളിലല്ലാത്ത ഒരു ഹസ്ബൻഡാണ്, അതായത് നേപ്പാളിലല്ലാതെ ഇപ്പോൾ ഇന്ത്യയിലെ ആളായാലും ആവാം, ഒരു ഫോറിൻ ഹസ്ബൻഡാണ് കെട്ടിയെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന കുട്ടിക്ക് അവിടെ സിറ്റിസൺഷിപ്പ് ലഭിക്കില്ല. സോ നേപ്പാളി മദറിന് ഫോറിൻ ഹസ്ബൻഡിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നേപ്പാളിലെ സിറ്റിസൺഷിപ്പ് ഒരിക്കലും ലഭിക്കില്ല. ഇതാണ് മറ്റൊരു ഇഷ്യൂ. ഇത് മദേശി കമ്മ്യൂണിറ്റി ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനൊരു സാധനം ഇറക്കിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ബീഹാറിലുള്ള മിഥില കമ്മ്യൂണിറ്റിയും നേപ്പാളിലുള്ള മദേശി കമ്മ്യൂണിറ്റിയും തമ്മിൽ പണ്ട് കാലം മുതൽ അവർ അവിടുത്തെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെ കല്യാണം കഴിക്കാറുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു റിലേഷൻ ഇന്ത്യ ബോർഡറിലുള്ള മിഥില കമ്മ്യൂണിറ്റി ആയിട്ട് നേപ്പാളിലെ മദേശി കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. സോ അങ്ങനെയുള്ള മദേശി കമ്മ്യൂണിറ്റിയെ തകർക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ PM ഒലി ഇതിൽ പറഞ്ഞു ഈ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഡിമാൻഡ് മദേശി കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് PM ഒലി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇദ്ദേഹം ഇതിനു വേണ്ടി ഇത് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ മാറ്റി പറയുന്നതാണ്. അപ്പോൾ അതേ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മാറ്റി പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ ഈ പ്രൊവിഷൻ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തു പാർലമെൻറ്റ് ഓർഡിനൻസ് വെച്ചിട്ട്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഇനിയും പഴയ പോലെ തന്നെ തിരിച്ചു വരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ അടുത്ത നമുക്ക് ഇന്ത്യ നേപ്പാളിലെ പൊളിറ്റിക്സിൽ എങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുന്നു, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഇടയ്ക്കൊരു കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഹാസ് ബീൻ അക്യൂസ്ഡ് ഫോർ ദി ഇൻ്റർവെൻഷൻ ഇൻ ഇൻ്റർണൽ പൊളിറ്റിക്സ് ഓഫ് നേപ്പാൾ. നേപ്പാളിൻ്റെ ഇൻ്റേണൽ പൊളിറ്റിക്സിൽ ഇന്ത്യ ഇടപെട്ടത് മോശമായിപ്പോയി, അല്ലെ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊരു പ്രശ്നം ഇടയ്ക്ക് വന്നിരുന്നു. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂ ഒക്കെ ഇടയ്ക്ക് വന്നിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ എന്താ വെച്ചാൽ പ്രസൻറ്റ് പെർസെപ്ഷൻ ഈസ് ദാറ്റ് PM ഒലി ഈസ് ദ ഇന്ത്യാസ് ഫേവറേറ്റ്. ഇന്ത്യയുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരാളാണ് PM ഒലി. അതായത് PM ഒലിയുടെ ഇത്തരം തീരുമാനങ്ങളെല്ലാം ഇന്ത്യയിലെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ അവിടെ ഒരു വാർത്ത എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ റീസണും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ഇറ്റ് ബി സ്പെക്കുലേറ്റഡ് ദാറ്റ് he has promised the government in Delhi that he will promote the return of Nepal into its ഹിന്ദു രാഷ്ട്ര. നേപ്പാളിനെ പഴയ അതിൻ്റെ ഏൻഷ്യൻ ടൈമിലുണ്ടായിരുന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ PM ഒലി സഹായിക്കാം എന്ന രീതിയിലൊരു പ്രോമിസ് ഡൽഹിയിൽ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർ ദ മൊണാർക്കി രാജഭരണകാലത്തെ ഉണ്ടായിരുന്ന അതായത് ഹിന്ദു രാഷ്ട്രം എന്ന കൺസെപ്റ്റിലേക്ക് തിരിച്ച് നേപ്പാളിൽ എത്തിക്കുന്നതാണ് PM ഒലി പറയുന്നത്. ആൻഡ് കീപ് ദ ചൈന അറ്റ് ബേ, ചൈനീസിനെ മാക്സിമം അകത്തിയിട്ട്.
സോ ഇവിടെ ചൈനയുടെ ഇഷ്യൂ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈന ഓൾറെഡി നേപ്പാളിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി എല്ലാവരെയും ചൈനയുടെ കടക്കാരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി റോഡ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിൽ ഗവൺമെൻറ് ഹെവി ആയിട്ട് ടാക്സ് ഇറക്കേണ്ടി വരും. സോ അങ്ങനെ എല്ലാവരെയും അവരുടെ കടക്കണിയിൽ എത്തിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. സോ അതിൽ നിന്നും നേപ്പാളിനെ രക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ബ്രദർഹുഡാണ്, അത്രയും നെയ്ബർഹുഡ് ആയിട്ടുള്ള രാജ്യമാണ് നേപ്പാൾ. ഓക്കെ, എത്നിസിറ്റി വഴിയും കൾച്ചർ വഴി ഏറ്റവും കൂടുതൽ ലോക്കഡ് ആയിട്ടുള്ള രാജ്യവും കൂടിയാണ് നേപ്പാൾ. അപ്പോൾ അതുകൊണ്ടാണ് ചൈനേനെ മാക്സിമം അകറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ചൈനയുടെ ഇൻ്റർഫിയറൻസ് കുറയ്ക്കണമെങ്കിൽ നേപ്പാളിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂലായാലും ഫിനാൻഷ്യൽ ഇഷ്യൂ, എക്കണോമിക് ഇഷ്യൂലായാലും എല്ലാത്തിൽ നിന്നും ചൈനേനെ മാക്സിമം അകറ്റണമെങ്കിൽ ഇന്ത്യക്ക് വേണ്ടതെന്താ വെച്ചാൽ ഒരു ഫ്രണ്ട്ലി പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് PM ഒലീൻ്റെ പല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹിന്ദു ഓർഗനൈസേഷൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നേപ്പാൾ പഴയ പോലെ തന്നെ ഹിന്ദു രാഷ്ട്രമായി തന്നെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ പഴയ രാജഭരണ കാലത്തേക്ക് നേപ്പാൾ തിരിച്ചെത്തിക്കുക എന്ന് ഒരു ഹിന്ദു ഓർഗനൈസേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിനെ ഇന്ത്യ പൂർണ്ണമായിട്ട് എതിർക്കുക ചെയ്തത്. കാരണം ഇന്ത്യ പറഞ്ഞു ഒരിക്കലും ഒരു ഹിന്ദു ഓർഗനൈസേഷൻ അങ്ങനെ ഒരു സപ്പോർട്ട് നേപ്പാളിന് കൊടുക്കുകയില്ല. അതുപോലെ തന്നെ ഡെമോക്രസിയിൽ നിന്ന് മാറി പഴയ രാജവാഴ്ച കാലത്തേക്ക് ഒരിക്കലും നേപ്പാൾ വരുന്നതിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ശക്തമായ ആ ഒരു പോയിന്റിനോട് എതിരെ പറഞ്ഞത്. സോ ഈ ഒരു ഇഷ്യൂവിൻ്റെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഇന്ത്യ എങ്ങനെയാണ് നേപ്പാളിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലും ബാക്കി എല്ലാ കാര്യത്തിലും ഇന്ത്യ എങ്ങനെയാണ് ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിൽ പറഞ്ഞതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ റിലേഷനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അതായത് മൊണാർക്കി ഹാസ് ഓൾവേസ് ട്രൈ ടു ഡിസ്റ്റൻസ് നേപ്പാൾ ഫ്രം ഇന്ത്യ. മൊണാർക്കി എന്നൊരു സിസ്റ്റം, രാജവാഴ്ച സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിനകത്ത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രൊമോട്ട് നാഷണലിസം. ഡെമോക്രസി എന്ന സിസ്റ്റം പറയുന്നത് നാഷണലിസം സിസ്റ്റത്തിലേക്ക്, അതായത് അവർക്കൊരു ദേശീയത എന്നൊരു ചിന്ത വരും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഇന്ത്യയുടെ ആവശ്യമില്ല, ഇന്ത്യനെ ഒഴിവാക്കുന്നൊരു സാഹചര്യം എന്തായാലും അവർ കൊണ്ടുവരും. സോ അങ്ങനെ മൊണാർക്കി സിസ്റ്റം വരാതിരിക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊണാർക്കി എങ്ങനെയെങ്കിലും അബോളിഷ് ചെയ്യാനാണ് നമ്മൾ ഇന്ത്യ ശ്രമിക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ മൊണാർക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഈ മൊണാർക്കി എന്നുള്ള സിസ്റ്റത്തെ തീരെ താല്പര്യമില്ല, അവർ ഓൾറെഡി റിജക്റ്റ് ചെയ്തൊരു സിസ്റ്റമാണിത്. സോ നമ്മളെ ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യ ഷുഡ് ഫുള്ളി എൻഗേജ് വിത്ത് നേപ്പാളായിട്ട് എല്ലാ ലെവലിലും, അതായത് പൊളിറ്റിക്കൽ ഇഷ്യൂസിലായാലും അതിൻ്റെ എല്ലാ ഇഷ്യൂസിലും ഇന്ത്യ എൻഗേജ് ചെയ്യണം. പക്ഷേ എൻഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്യൂസിൽ ഇൻ്റർവ്യൂൻ ചെയ്യാനുള്ള ഒരു അധികാരമായി കാണരുത്. അവരുടെ ഇഷ്യൂസിൽ ഒരിക്കലും ഇൻ്റർവ്യൂൻ ചെയ്യരുത്. ഓക്കെ, എൻഗേജ് ചെയ്യാം, പക്ഷേ ഒരിക്കലും അവരുടെ കാര്യങ്ങളിൽ ഇൻ്റർവ്യൂൻ ചെയ്യുമോ അതിലെ പൊളിറ്റിക്സ് നമ്മൾ ഇടപെടാനോ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും അവരുടേതായ ഓരോ തീരുമാനങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ട്. സോ അത് നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഹാൻഡ്സ് ഓഫ് പോളിസിയാണ് ഇന്ത്യ ചെയ്യുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളധികം അകന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, അതായത് വേറെ രാജ്യങ്ങൾ, ചൈന അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഇടയിൽ കയറാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ എൻഗേജ്മെൻറ്റ് നെസറിയാണ്, പക്ഷേ ഇൻ്റർവെൻഷൻ പാടില്ല. അവരെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, പക്ഷെ നമ്മൾ അവരെ കൂടെ നിൽക്കണം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. സോ വേറെ ഇന്ത്യ എൻഗേജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മധേശി പോപ്പുലേഷനും ഇന്ത്യയിലെ ബീഹാറിലെ ട്രൈബ്സും തമ്മിലുള്ള തറായി ബെൽറ്റിലുള്ള അവരുടെ കൾച്ചറൽ എത്നിസിറ്റി എല്ലാം കാണിച്ചുകൊണ്ട് ഇന്ത്യക്ക് നല്ല രീതിയിൽ അതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അവരുടെ രണ്ടുപേരുടെയും കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇന്ത്യക്ക് ചെയ്യാൻ കഴിയും. സോ അങ്ങനെയൊക്കെ ഇന്ത്യക്ക് നേപ്പാളായിട്ട് എൻഗേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് എപ്പോഴും നേപ്പാളി സിറ്റിസൺസിന് വേണ്ടിയാണെന്നൊരു ബോധം എപ്പോഴും അവർക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അവർ നമ്മുടെ നെയ്ബേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി ആവരുത്, പകരം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, മധേശി ട്രൈബ്സിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് വെക്കേണ്ട കാര്യങ്ങളും വേ ഫോർവേഡും കാര്യങ്ങളും. സോ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ അറിയാം, നമുക്ക് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ ഇൻട്രാക്ട് ചെയ്യുന്ന, അതായത് വേറൊരു രാജ്യത്തിനും നേപ്പാളായിട്ട് പീപ്പിൾ ടു പീപ്പിൾ ഇൻട്രാക്ഷനിൽ ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇന്ത്യയിലാണ് മധേശി പോപ്പുലേഷനും നമ്മുടെ ബീഹാറിലെ ട്രൈബ്സും തമ്മിൽ ഇത്രയും കൾച്ചറൽ എത്നിസിറ്റിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക. സോ അതിൻ്റെ ഹാർമണിക്ക് വേണ്ടിയാണ് ഇന്ത്യ എപ്പോഴും ശ്രമിക്കേണ്ടത്. സോ ആ രീതിയിൽ വേണം നമ്മൾ വളരെ പോസിറ്റീവായ അപ്രോച്ചോടുകൂടി ഈ ആൻസർ എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കൺക്ലൂഷൻ എഴുതുക, അങ്ങനെയാണ് അവസാനിക്കുക. ഓക്കെ, അപ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു അസറ്റ് വേറൊരു രാജ്യത്തിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇന്ത്യക്ക് പറ്റും എന്ന രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ എൻഡ് ചെയ്യാൻ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് നോക്കാം.
സോ അടുത്ത ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. അടുത്ത ആർട്ടിക്കിൾ പേജ് നമ്പർ 15 വന്നതാണ്. ഫ്രാൻസ് ആൻഡ് ദ റവാൻഡ ജീനോസൈഡ്. ഓക്കെ, ഇൻ കിഗാലി പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആസ്ക് റവാൻഡൻസ് ഫോർ ഫോർഗീവ്നെസ്. അപ്പോൾ ഈ ആർട്ടിക്കിള് റവാൻഡൻ ജനസൈഡ്, അതായത് റവാൻഡ എന്ന രാജ്യമുണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള. സോ അവിടെ നടന്ന ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യ, അതായത് ഒരു വംശത്തിലെ ജനങ്ങളെല്ലാം കൊന്നുകളയുക. സോ അങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പഴയ കൊളോണിയലിസത്തിൻ്റെ ഒരു റൂട്ടയിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നടന്നതാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടൊരു വാർത്തയാണ്. സോ GS1 പേപ്പറിലേക്ക് പോകണമെങ്കിൽ അതിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക് കാണാൻ പറ്റും. വേൾഡ് ഹിസ്റ്ററിയിൽ കൊളോണിയലൈസേഷൻ, അതുപോലെ ഡീകോളനൈസേഷൻ, അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് കോളനൈസേഷൻ തുടങ്ങിയ ടോപ്പിക്സിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ, അതായത് പണ്ട് നടന്നൊരു റവാൻഡൻ ജീനോസൈഡ് എന്നൊരു ടോപ്പിക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂ റിലേറ്റഡ് ഇതാണ്. ഇതിൻ്റെ കണ്ടക്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോൺ ആസ്ക് ഫോർഗീവ്നെസ് ഫോർ റവാൻഡൻസിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ കൺട്രി 1995 ഈ ജീനോസൈഡ് നടത്തുന്നതിൽ, അന്ന് ഫ്രഞ്ച് കോളനി ആയിരുന്നു റവാൻഡൻ. സോ അന്ന് നടന്നിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് പങ്കുണ്ടായിരുന്നു അതിൽ. സോ അതിന് ഇന്ന് മാപ്പ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്നും എന്താണ് ഈ കോളനിക്ക് അതിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനിക്ക് അതിലുണ്ടായിരുന്ന റോൾ എന്തായിരുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊരു ഹിസ്റ്ററി റിലേറ്റഡ് ആയ GS1 റിലേറ്റഡ് ആയൊരു ടോപ്പിക്കാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ നോക്കാം. റവാൻഡ രാജ്യം എവിടെയുള്ളത്? സോ ഇത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സോ ഇതിനോട് നെയ്ബറിങ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണെന്നുള്ളത് നോക്കുക. ഒന്ന് ഉഗാണ്ട, മറ്റേത് ടാൻസാനിയ, മറ്റേത് ബുറുണ്ടി, പിന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. സോ ഈ 4 രാജ്യങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത്. സോ ഇത് പ്രിലിംസ് പോയിൻ്റിലൊരു പോയിൻ്റാണ്. കാരണം റവാൻഡ ഓൾറെഡി ഇപ്പോൾ ന്യൂസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടി റിലേറ്റ് ചെയ്ത ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ജീനോസൈഡൊക്കെ പണ്ട് നടന്നപ്പോൾ, ഈ വംശഹത്യയൊക്കെ പണ്ട് നടന്ന കാലത്ത് മെയിനായിട്ട് രണ്ട് പേര് തമ്മിലാണ് ഈ അടി ഉണ്ടായിരുന്നത്, ആ കാലത്ത് ഇടി ഉണ്ടായിരുന്നത്. സോ അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന 2 എത്നിക് കമ്മ്യൂണിറ്റികളാണ്. ഒന്ന് ഹുത്തു എന്നൊരു കമ്മ്യൂണിറ്റിയും മറ്റേ തുത്സി എന്നൊരു കമ്മ്യൂണിറ്റിയും. ഇതിൽ റവാൻഡയിൽ ഹുത്തു ആയിരുന്നു അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി, തുത്സി എന്നുള്ളത് അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇനി എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഇവർ രണ്ടുപേരും ആയിരുന്നു അക്കാലത്ത് റവാൻഡയിൽ ഉണ്ടായിരുന്ന എത്നിക് ഗ്രൂപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം, അതായത് മൊണാർക്കി ആരുടെ കയ്യിലായിരുന്നു വെച്ചാൽ തുത്സി കമ്മ്യൂണിറ്റി, അതായത് അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി തുത്സിയുടെ കയ്യിലായിരുന്നു. പിന്നീട് ഇവിടെ കൊളോണിയൽ പവർ വന്നു. കൊളോണിയൽ രാജ്യങ്ങളായ ജർമ്മനി, ബെൽജിയം ഒക്കെ അവിടെ ഭരിക്കാൻ വന്നപ്പോൾ അവർക്ക് ഈ തുത്സി മൊണാർക്കി, അതായത് അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ തുത്സി മൊണാർക്കിയോട് നല്ല രീതിയിലുള്ള റിലേഷൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ തുത്സീനെ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫാക്കി മാറ്റുകയും, തുത്സിയിലെ എത്നിക് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മൈനോറിറ്റി ആണെങ്കിൽ അവർക്ക് അവിടെയുള്ള എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും, അതായത് ബെറ്റർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എല്ലാം അവിടെ തുത്സി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സോ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ തുത്സി ഇത്ര മൈനോറിറ്റി ആയിട്ട് അവർ ഇതും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഹുത്തു കമ്മ്യൂണിറ്റിക്കാർ അതിനെതിരെ മൂവ് ചെയ്തു. സോ ദിസ് ലീഡ് ടു ദ വൈഡ് സ്പ്രെഡ് റീസെൻമെൻറ്റ് എമോങ് ദ മെജോറിറ്റി ഹുത്തു. അവിടുത്തെ മെജോറിറ്റി ഹുത്തു എന്ന ആൾക്കാർ അവർക്കെതിരെ മൂവ് ചെയ്തു. അതിൻ്റെ ഫലമായി 1959 ഓക്കെ 59 നടക്കുന്നത്. റവാൻഡയിൽ ഭയങ്കര റേറ്റ്സ് ഒക്കെയാണ് നടന്നത്. കമ്മ്യൂണൽ റേറ്റ്സ് നടന്നു ബിറ്റ്വീൻ ഹുത്തു. അത് ആരൊക്കെയാണ്? ഹുത്തും തുത്സിയും തമ്മിൽ. ഹുത്തു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 തുത്സികളെയാണ് അന്ന് കൊന്നു കളഞ്ഞത്. ഈ ഒരു റൈറ്റിൻ്റെ ബേസ് ചെയ്ത് 20,000, അവർ മൈനോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൈനോറിറ്റിയിൽ 20,000 ആൾക്കാരെ കൊന്നു കളഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത്, ഇത്രയും വലിയ റൈറ്റ് നടക്കുന്ന സമയത്ത്, അവിടുത്തെ അന്നത്തെ കൊളോണിയൽ പവറായിരുന്നു ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ജർമ്മനിയും ബെൽജിയം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബെൽജിയം അതോറിറ്റി അവരുടെ പവറെല്ലാം ഹുത്തു കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു. തുത്സീനെ കൊല്ലുന്ന കണ്ടപ്പോഴത്തേക്ക് അതിന് ആരാണ് അവിടുത്തെ മെജോറിറ്റി? ഹുത്തു ആണ്. അതുകൊണ്ട് ഹുത്തുവിലേക്ക് എല്ലാ പവറുകളും കൊടുത്തു. അപ്പോൾ ശരിക്കും ഈ ഒരു സമയത്ത് അവരങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. അവിടുത്തെ ഉണ്ടായിരുന്ന ഒരാൾക്കാരെ കൊല്ലുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇഷ്യൂ മാക്സിമം സോൾവ് ചെയ്യാനാണ് അവർ ശ്രമിക്കേണ്ടത് സോഷ്യലി. പക്ഷേ സോൾവ് ചെയ്യാതെ തന്നെ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുത്തെ മെജോറിറ്റിക്ക് അതിൻ്റെ അധികാരം കൂടുതൽ കൊടുക്കുകയാണ് അന്ന് ചെയ്തത്. ഇതാണ് എത്ര ഇറസ്പോൺസിബിളായിട്ടാണ് കൊളോണിയൽ പവർ, അന്ന് ആഫ്രിക്കൻ ഭരിച്ചിരുന്ന കൊളോണിയൽ പവർ ആ ഒരു ഇഷ്യൂ ഇത്ര വഷളാക്കിയെന്നും എത്ര മോശമാക്കി മാറ്റിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഈ യുദ്ധത്തിനൊക്കെ ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹുത്തു ലെഡ് ഗവൺമെൻറ് റവാൻഡയിൽ ഫോം ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകേണ്ടി വന്ന തുത്സികളെല്ലാം കൂടി ഒരു ഇൻസർജൻസി ഗ്രൂപ്പ് ഫോം ചെയ്തു. തുത്സി ഫോംഡ് ആൻ ഇൻസർജൻസി ഗ്രൂപ്പ്. അതിൻ്റെ പേരാണ് റവാൻഡൻ പാട്രിയോട്ടിക് ഫ്രണ്ട്.
അതെവിടെ ഫോം ചെയ്യിച്ചാൽ അന്ന് റവാണ്ടയിൽ നിന്ന് ഓടേണ്ട വന്നുകൊണ്ട് തൊട്ടടുത്ത നെയ്ബറിങ് കൺട്രിയായ ബുറുണ്ടിയിലും ഉഗാണ്ടയിലുമാണ് അവർ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഹുത്തു അന്ന് അവിടുത്തെ ഗവൺമെൻറ് ഫോം ചെയ്യുകയും ചെയ്തു. തുത്സി ആണെങ്കിലോ അവിടെ നിന്ന് ഓടിപ്പോയി ഒരു ഇൻസർജൻസി ഗ്രൂപ്പ് അയൽപക്ക രാജ്യങ്ങളിൽ ഫോം ചെയ്തു. അത് കഴിഞ്ഞ് 1990 ആയപ്പോഴേക്കും, സോ 1960 ഇവർ യുദ്ധം ചെയ്ത് ആദ്യം ഇവരെ ഓടിച്ചത്. സോ 1990 ആയപ്പോഴത്തേക്കും ഇവർ തമ്മിൽ വലിയ യുദ്ധം തന്നെയാണ് വന്നത്. ഒരു റബൽ സംഭവം നടന്നു. അതായത് തുത്സി ഡോമിനേറ്റഡ് ആയിട്ടുള്ള തുത്സികൾ ഫോം ചെയ്ത റവാൻഡീസ് പാട്രിയോട്ടിക് ഫ്രണ്ട് എന്നുള്ള ഇൻസർജൻസി ഗ്രൂപ്പും ഒഫീഷ്യലായിട്ടുള്ള റവാൻഡൻ ആർമി, അതായത് ഹുത്തു, അവിടുത്തെ ഹുത്തു ഗവൺമെൻറ്റായി മാറിയല്ലോ. സോ ഹുത്തുവിൻ്റെ കീഴിലുള്ള റവാൻഡൻ ആർമിയും തമ്മിൽ വലിയ യുദ്ധം തന്നെയാണ് അന്ന് നടന്നത് 1990. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് റവാണ്ടയിൽ നിലനിന്നിരുന്ന 2 എത്നിക് ഗ്രൂപ്പ്, അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയായ ഹുത്തുവും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ തുത്സിയും തമ്മിലുണ്ടായ വലിയൊരു യുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. ഓക്കെ, 1990. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 1993 ആയപ്പോഴത്തേക്കും UN ഒരു നെഗോസിയേഷൻ വെച്ചു. അതായത് ഒരു പീസ് സെറ്റിൽമെൻറ്റ് നടത്തി. ഈ റവാൻഡ ഗവൺമെൻറ്റും തുത്സിയിലുള്ള ഇൻസർജൻറ്റ് ഗ്രൂപ്പും തമ്മിലൊരു പീസ് സെറ്റിൽമെൻറ്റ് വെച്ചു. അത് അരുസ എന്നൊരു ടാൻസാനിയയിൽ നമ്മൾ കണ്ടിരുന്നു മറ്റൊരു നെയ്ബറിങ് രാജ്യമാണ് ടാൻസാനിയ. അവിടെയുള്ള അരുഷയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് അതിന് അരുസ പീസ് പ്ലാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പേര് ഓർത്തിരിക്കുക, അരുഷ പീസ് പ്ലാൻ. നമുക്കിപ്പോൾ പ്രിലിംസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ടാൻസാനിയയിലെ അരുഷയിൽ വെച്ചാണിത് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് പ്ലാൻ, അപ്പോൾ അന്ന് ആ പ്ലാൻ പ്രകാരം പറഞ്ഞത് ദർ വാസ് ടു ബി എ മോർ ബ്രോഡ് ബേസ്ഡ് ആൻഡ് ഇൻക്ലൂസീവ് ഗവൺമെൻറ് വിച്ച് കുഡ് ബി ഇൻക്ലൂഡ് തുത്സീസിനെയും കൂടെ നമ്മൾ ഗവൺമെൻറ് കാര്യങ്ങളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ തുത്സീസിനെയും കൂടെ നമ്മൾ ഹുത്തുവിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് കാര്യങ്ങളിലേക്ക് വരുത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ UN ട്രൂപ്സ് ആർ ഓൾസോ സെൻഡ് ടു മോണിറ്റർ ദ ട്രാൻസിഷൻ ഓഫ് പീസ്. അതിന് ഈ പരിപാടി, ഈ പീസ് അഗ്രിമെൻറ്റ് എത്രത്തോളം അവിടെ പ്ലാൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി UN ട്രൂപ്സിനെ അവിടെ നിർത്തിയിരുന്നു. പക്ഷേ ഇതിൽ ഹുത്തൂസ് വളരെ എക്സ്ട്രീമായി പെരുമാറുകയും ദേ ഒപ്പോസ് ദിസ് പീസ് പ്ലാൻ, ഇതിനെ ഒപ്പോസ് ചെയ്യുകയും എക്സ്ട്രീമിസ്റ്റ് ഹുത്തൂസ് ഫോംഡ് ദെയർ ഓൺ മിലിറ്റിയ. അതായത് അവരെന്ത് വെച്ചാൽ അവരുടെ തന്നെ തീവ്രവാദി, അതായത് എക്സ്ട്രീമിസ്റ്റുകളായ കുറേ ഹുത്തുകൾ തീവ്രവാദികളെ പോലെ മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു വംശഹത്യ എന്നൊരു കൺസെപ്റ്റിലേക്ക് യുദ്ധം മാറി, ചെറിയൊരു ഫൈറ്റ് മാറി വംശഹത്യ എന്നൊരു സംഭവത്തിലേക്ക് വരുന്നത്. അതായത് തുത്സികളെ ഭൂമിയിൽ നിന്നും ഫുള്ളായിട്ട് എടുത്ത് കളയാന്നുള്ളൊരു അത്രയും രീതിയിലേക്ക് അതങ്ങ് മാറി. സോ ദ ജീനോസൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹുത്തു മിലിറ്റിയ, അതായത് ഹുത്തു ഭീകരവാദികൾ സിസ്റ്റമാറ്റിക്കലി ടാർഗറ്റഡ് തുത്സി എത്നിക് ഗ്രൂപ്പ് ആൻഡ് കിൽഡ് ഓവർ 8 lakh പീപ്പിൾ. അവിടുത്തെ ഹുത്തു ആൾക്കാർ തുത്സികളെ തെരഞ്ഞു പിടിച്ച്, ആ വംശത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് മൊത്തം 8 ലക്ഷം ജനങ്ങളെ കൊന്നു കളഞ്ഞു. ഇറ്റ് വാസ് ബാക്ക്ഡ് ബൈ ഹുത്തു ഗവൺമെൻറ് ഓഫ് റവാണ്ട. ഹുത്തു ഗവൺമെൻറ് ഓഫ് റവാണ്ട അതിന് വേണ്ട സഹായങ്ങളും ആംസും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഒരു നാട്ടിലുണ്ടായിരുന്ന 2 എത്നിക് ഗ്രൂപ്പുകളായിരുന്നു. സോ അതിൽ മൈനോറിറ്റികളായിരുന്നു, തുത്സികളായിരുന്നു. സോ അവരവസാനം അവിടെയുള്ള ആൾക്കാർ, അവിടെ ഹുത്തു ഇതിൽ വരുന്ന റെബല്യൻസ് 8 ലക്ഷം ജനങ്ങൾ, ആ വംശത്തിലുള്ള എല്ലാവരെയും തിരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്തൊരു അവസ്ഥ, എന്തൊരു ഭയങ്കര ഭീകരമായൊരു സിറ്റുവേഷൻ അല്ലേ ഇതാലോചിക്കുമ്പോൾ തന്നെ. പക്ഷെ അതിനുശേഷം തുത്സി RPF ഈ ഫൈറ്റിനെതിരെ റെസ്പോണ്ടായ രീതിയിൽ കൺഫ്ലിക്റ്റുകൾ പിന്നെയും നടത്തി. അങ്ങനെ തുത്സിയുടെ റവാൻഡൻ പാട്രിയോട്ടിക് ഫ്രണ്ട് എന്നുള്ള ആ ഇൻസർജൻസി ഗ്രൂപ്പ് റവാണ്ടയെ പിടിച്ചെടുത്തു. അങ്ങനെ അവരുടെ ലീഡറായ പോൾ കഗാമേനെ പവർ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ മൊത്തം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ കൊളോണിയൽ റൂൾ ഉണ്ടായതുകൊണ്ട് അതെന്തോരം നെഗറ്റീവ്ലിയാണ് അവിടുത്തെ ആൾക്കാരെയും ജനങ്ങളെല്ലാം എഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. തുടക്കത്തിൽ ബെൽജിയം അതോറിറ്റീസ് ഇവർക്ക് ആംസും കാര്യങ്ങളും കൊടുത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വളരെ ഇത്രയും വലിയ ഇഷ്യൂ ആയത്. അന്ന് അവർ അത് സോൾവ് ചെയ്യാനൊന്നും ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീനോസൈഡും ഈ 8 ലക്ഷം ജനങ്ങളും മരിക്കുകയും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ കൊളോണിയലിസത്തിൻ്റെ കീഴിലുള്ള ഒരുപാട് കൺട്രികൾ ഇതുപോലത്തെ സിവിൽ വാറുകൾ അവർ കാരണം നടന്നിട്ടുമുണ്ട് ഇതിനു മുന്നേ. സോ ഈ ഒരു ഇഷ്യൂവിനെ നമ്മുടെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നോക്കാം. സോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ യൂണിറ്റി എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അവർ ഈ ഇഷ്യൂവിനെ മൈൻഡ് ചെയ്തു പോലും ചെയ്യില്ല. കാരണം അവരെല്ലാവരും സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യം, സൗത്ത് ആഫ്രിക്കയിലെ ഡെമോക്രസി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിൽ ചിന്തിച്ചിരിക്കുകയായിരുന്നു. റവാണ്ടന് ഉള്ള ഈ ഒരു ജിനോസൈഡിനെ അവർ കൺസിഡർ ചെയ്തില്ല അന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ അന്നത്തെ ഏറ്റവും വലിയ പവറായിരുന്നു എന്ന് അറിയപ്പെടുന്ന US-ഉം റഷ്യയൊന്നും ഇതിന് റെസ്പോണ്ടേ ചെയ്തില്ല. UN അന്ന് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഇത്ര വലിയ അന്താരാഷ്ട്ര ഇത് ഒരുപാട് വർഷം മുന്നേ നടന്ന കഥയൊന്നുമല്ല ഈ പറഞ്ഞത്. ജസ്റ്റ് 10-20 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച UN ഒക്കെ അന്നുണ്ട്. സോ അന്ന് വരെ ഇത്രയും വലിയൊരു ജിനോസൈഡിനെ തടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് UN അതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി ഈ ഒരു ഇഷ്യൂവിൽ നിന്നും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റർനാഷണലി ഇതിനുണ്ടായിരുന്ന റെസ്പോണ്ടും കാര്യങ്ങളും.
സോ ഇതിലുണ്ടായിരുന്ന ഫ്രാൻസിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രാൻസിലെ പ്രസിഡൻ്റാണല്ലോ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസാണ് പണ്ട് ഈ ഹുത്തു ലെഡ് ഗവൺമെൻറ്റിന് എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആംസും ഈ വംശഹത്യ നടക്കുന്ന കാലം വരെ, അതായത് 8 ലക്ഷം ആൾക്കാരെ കൊല്ലാൻ വേണ്ട ആംസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും ഫ്രാൻസാണ്. ഫ്രാൻസിൻ്റെ കോളനി ആയിരുന്നു അന്ന് റവാണ്ട. അന്നത് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് അദ്ദേഹം ഇന്ന് മാപ്പ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഫ്രാൻസ് നടത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും മോശം കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഓപ്പറേഷൻ ടർക്കോയിസ് എന്നൊരു സംഭവം 1994 ഫ്രാൻസ് ഡിപ്ലോയ് ചെയ്തിരുന്നു. അത് റവാണ്ടയിൽ ടു കൺട്രോൾ ദ വയലൻസ്, ഈ വയലൻസിനെ എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ബട്ട് ഇറ്റ് വാസ് അക്യൂസ്ഡ് ഓഫ് ഷെൽട്ടറിങ് സം ഓഫ് ദ ജിനോസൈഡ് പെർപിറ്റേറ്റേഴ്സ്. അതെ, അതെന്താ വെച്ചാൽ അന്ന് ഈ ജിനോസൈഡുകൾ സംരക്ഷിച്ച ആൾക്കാരെ പ്രതിക്കൂട്ടിലാക്കുക എന്നല്ലാതെ അതിനെക്കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യിക്കാൻ അന്ന് ഫ്രാൻസിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇനാക്റ്റീവ്നെസ്സിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, സോ അതിന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ടോപ്പിക് വരുവാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഈ ഇഷ്യൂവും കൂടെ പറയാവുന്നതാണ്. ആൻസർ റൈറ്റിങ്ങിനൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നോക്കാം. അടുത്ത 6ാമത്തെ പേജിൽ വന്നൊരു ആർട്ടിക്കിളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് ക്രൈസിസ്, അതുപോലെ വാക്സിനേഷൻ്റെ ഇഷ്യൂസ് തുടങ്ങിയ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ആർട്ടിക്കിളാണ്. സോ എന്താണ് ആർട്ടിക്കിൾ നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തെ കുറിച്ചാണ് ഈ ഇഷ്യൂ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനെ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് ഭരണം മാത്രം ശ്രദ്ധിക്കാമെന്നും ബാക്കി എല്ലാ കാര്യങ്ങളും പ്രൈവറ്റൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിൻ്റെ ഒരു വലിയൊരു അംശവും ഗവൺമെൻറ്റിന് തന്നെയാണുള്ളത്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് നടക്കും. ഗവൺമെൻറ് മെയിനായിട്ട് ലോ മേക്കിംഗ് അതിൻ്റെ റെഗുലേഷൻസ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഒരു എക്കണോമിക് തിങ്കർ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്നാൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡെവലപ്ഡായ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്കണോമി വളർന്നു നിൽക്കുന്ന പല രാജ്യങ്ങളിലും ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഡെയിലി മാനേജ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്നും പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുകയും മികച്ച രീതിയിലുള്ളൊരു രീതിയിലേക്ക് ഇത് ഉയരുകയും ചെയ്യും. സോ ക്യാപിറ്റലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ക്യാപിറ്റലിസം എന്നുള്ളത് തീരെ ആർക്കും അധികം ദഹിക്കാത്തൊരു കൺസെപ്റ്റാണ് ഇന്ത്യയിലെ ക്യാപിറ്റലിസം. അത് നമുക്കറിയാം. ഇപ്പോൾ തന്നെ നമ്മൾ പലതും ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ, അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് പേര് എഗെയിൻസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനും ഗവൺമെൻറ്റും ഈ ഇതെല്ലാം കൂടെ ഒന്നിച്ച് തരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മറികടക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി പ്രൈവറ്റൈസേഷൻ തുടങ്ങി. KC പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നു, അതുപോലെ ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യുകയാണ്. സോ ഇത്രയും പ്രൈവറ്റൈസേഷൻ ഹെൽത്ത് സെക്ടറിലും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിലായിരിക്കും. അപ്പോൾ ഇതിന് കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞത്, ഇപ്പോൾ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾക്ക് ഹ്യൂമാനിറ്റി എന്നൊരു സാധനം ഉണ്ടാവില്ല, പകരം അവരെപ്പോഴും നോക്കുക അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ലാഭം മാത്രമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് തിരിച്ച് പറയുന്ന ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാക്സിൻ നമ്മൾക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ വാക്സിൻ്റെ ട്രിപ്സ് അഗ്രിമെൻ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാക്സിൻ വേറെ ഉണ്ടാക്കാൻ ലൈസൻസിങ്ങിൻ്റെ, അതായത് പേറ്റൻറ്റ് ലൈസൻസിങ്ങിൻ്റെ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച ന്യൂസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഒരു ഫോറിൻ കമ്പനിക്ക് നമ്മൾ നമ്മുടെ പേറ്റൻറ്റ് കൊടുക്കുകയാണ്. സോ ആ കമ്പനി വാക്സിൻ നമ്മൾ പറയുന്ന ദിവസത്തിനുള്ളിൽ ഇത്രയും ഡോസസ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് തരും. സോ അങ്ങനെ പേറ്റൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അനുസരിച്ച്, പേറ്റൻറ്റ് ഇന്ത്യ ആക്ട് അനുസരിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാക്സിൻ ഡെവലപ്പ് ചെയ്യിക്കാനും എല്ലാവർക്കും എടുക്കേണ്ട അത്ര വാക്സിൻ ഡോസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ ഗവൺമെൻറ് അത്രയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ പ്രൈവറ്റ് കമ്പനി യൂസ് ചെയ്യുന്നത്. സോ അതൊരു നല്ല ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡുകളും പറയുന്നുണ്ട് ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് പല PSCകളും ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്തു. സോ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റിലുള്ള റോള് അപ്പോൾ രാജ്യത്തിൻ്റെ എക്കണോമി തന്നെ ഇത്തരം പ്രൈവറ്റ് കമ്പനികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിപ്പോയി. സോ അങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ റോള് ക്രമാതീതമായി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തും കൊണ്ടും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സോ നമുക്കൊരു കൺക്ലൂഷൻ രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ക്യാപിറ്റലിസം വരേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അതെപ്പോഴും വേണ്ടത് ഹ്യൂമാനിറ്റീനെയും സൊസൈറ്റീനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ എക്കണോമീനെ
പോസിറ്റീവായ രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിസം എന്നുള്ളതും ഒരു മോശമായ ഒരു കാര്യമൊന്നുമല്ല. ഗവൺമെൻറ് അതിനെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുനടന്നാൽ മതി. ഓക്കെ. സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ NCERT എക്കണോമിക്സ് പോകാൻ പഠിക്കുമ്പോൾ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം തുടങ്ങിയ ടേംസ് അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തിട്ട കാര്യങ്ങളും പഠിച്ചാൽ മതി. അതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ. പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലം മുതലേ ക്യാപിറ്റലിസം എന്നുള്ള ടേമും അതിന് വന്ന ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് ശരിക്കും മനസ്സിലാവും. സോഷ്യലിസം, കമ്മ്യൂണിസം ഒക്കെ പഴയ NCERT ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ടൈംലി വിൻഫോൾ എന്നൊരു ആർട്ടിക്കിളാണ് കൊടുത്തിരിക്കുന്നത്. RBI ട്രാൻസ്ഫർ ഇസ് എ മച്ച് നീഡഡ് ബഫർ ബട്ട് ദർ ഇസ് എ റിസ്ക് ഇൻ ബാങ്കിങ് ഓൺ ദെയർ സർപ്ലസ്. ഇത് സർപ്ലസ് എമൗണ്ട് RBI നിന്നും ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നൊരു ഇഷ്യൂ നമ്മൾ 22 മെയ്യിൽ എൻ്റെ അനാലിസിസിൽ കാണാൻ പറ്റും. സോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തായിട്ട് നമ്മളിത് അനലൈസ് ചെയ്തൊരു ടോപ്പിക്കും കൂടെയാണ്. അതിൻ്റെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ 22 മെയ്യിൽ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഇതെടുത്തിടുന്നില്ല. സോ നമുക്കൊരു ആർട്ടിക്കിളും കൂടി ഉണ്ട്, അതിലേക്കും കൂടെ ഒന്ന് നോക്കാം. ഇതാണ് ഹെഡിങ്. ഇതാണ് സൈക്ലസ് സീക്സ് നോട്ട്സ് ഫോർ ട്രയൽ ഓഫ് ആൻറ്റിബോഡി കോക്ടെയിൽ. അതായത് സൈഡസ് കാലിഡ ഓൺ തേഴ്സ്ഡേ സെഡ് ഇറ്റ് സീക്ക് പെർമിഷൻ ഫോർ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ടു ഇനീഷ്യേറ്റ് ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ ഫോർ ദ മോണോക്ലോണിക്കൽ ആൻറ്റിബോഡി കോക്ടെയിൽസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് COVID-19. COVID-19 ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മോണോക്ലോണിക്കൽ ആൻറ്റിബോഡീസിൻ്റെ ട്രയൽ നടത്താൻ വേണ്ടി ഹ്യൂമൻ ട്രയലിനുള്ള അനുമതിയാണ്. ഒരു കമ്പനിയാണത്, ആ കമ്പനി ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി തെറാപ്പി എന്ന് നമുക്ക് നോക്കാം. സോ സംഭവം എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ ഒരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ വൈറസ് എന്തെങ്കിലും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യുകയും സോ ആ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വൈറസിനെ ഒപ്പോസ് ചെയ്യാൻ പാകത്തിലുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഒരു 20 ദിവസം കൊണ്ട്. ആ ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇതാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയൊരു പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക. അതായത് ഒരാളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അതായത് വളരെ ഹൈ ബ്ലഡ് പ്രഷറോ ഡയബറ്റീസോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലറോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ ഈ ആൻറ്റിബോഡിയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെ സ്ലോവർ പ്രോസസ് ആയിരിക്കും. സോ അവർക്ക് ഇൻഫെക്ഷൻ വരാനോ അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഇൻ കേസ് ഇവർക്ക് ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്ന ഡിലേ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഡിലേ ആവുന്ന സമയത്തിനുള്ളിൽ വൈറസ് ബോഡിയിൽ എല്ലായിടത്തും പരത്തുകയും അങ്ങനെ ഇൻഫെക്ഷൻ എല്ലായിടത്തും എത്തുകയും ചെയ്യും. മെയിൻലി പറയുകയാണെങ്കിൽ ലെൻസ് ഇൻഫെക്ഷനൊക്കെയാണ് മെയിനായിട്ട് ഇവരെ ബാധിക്കുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ബ്ലാക്ക് ഫംഗസ് എന്ന് കണ്ടിരുന്നു. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മ്യൂക്കോർമൈക്കോസിസ് ആയിരുന്നു അതിൻ്റെ കാരണം. അതൊരു ഫംഗസാണ്. സോ ഈ ഫംഗസ് നമ്മുടെ സാധാരണ മനുഷ്യനാണ് ഇത് എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ബോഡിക്ക് അതിനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായ ആൾക്കാരെ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓക്കെ. സോ അങ്ങനത്തെ ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞു പോയ ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഒരു മെക്കാനിസമാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി തെറാപ്പി. സോ എന്താ നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനിർമ്മിതമായൊരു പ്രോട്ടീനാണ്. സോ ഇത് ഒരു ഹ്യൂമൻ്റെ ആൻറ്റിബോഡി പോലെ ഇമ്മ്യൂൺ സിസ്റ്റം പോലെ മനുഷ്യനിൽ ആക്ട് ചെയ്യും. സോ അങ്ങനെ നമ്മളിത് ലാബിൽ ഉണ്ടാക്കുന്ന ഇത്തരം പ്രോട്ടീൻസ് നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻ്റ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ അയാളുടെ ബോഡിയിലെ സ്വന്തം ആൻറ്റിബോഡി പോലെ പ്രവർത്തിച്ചിട്ട് ആ വൈറസിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു, പ്ലാസ്മ തെറാപ്പി. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സോ പ്ലാസ്മ തെറാപ്പി മോണോക്ലോണൽ ആൻറ്റിബോഡി തെറാപ്പി തമ്മിൽ വ്യത്യാസം, സിമിലാരിറ്റി എന്താ വെച്ചാൽ ബോത്ത് ഇൻവോൾവ്സ് ഇഞ്ചെക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. രണ്ടിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പേഷ്യൻ്റെ ബോഡിയിൽ ഇൻഫെക്ഷൻസ് എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ പ്ലാസ്മ തെറാപ്പിയിലെ വ്യത്യാസം, നമ്മൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് അത് വേണ്ട ആൻറ്റിബോഡി എടുത്തിട്ടാണ് പേഷ്യൻറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് നാച്ചുറലി, മനുഷ്യന് നിർമ്മിതമല്ല, നാച്ചുറലി ഉള്ള ഒരു ഹ്യൂമൻ ബോഡി എന്നുള്ള ആൻറ്റിബോഡി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ മോണോക്ലോണിക്കൽ ആൻറ്റിബോഡി തെറാപ്പിയിൽ നമ്മൾ മാൻമെയ്ഡ് പ്രോട്ടീൻസ്, ലാബിലുണ്ടാക്കിയ പ്രോട്ടീൻസാണ് നമ്മൾ ആൻറ്റിബോഡി ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ താഴെ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി. ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളത് പ്ലിംസ് പെർസെപ്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. സംഭവത്രേ ഉള്ളൂ. മൈലോമ സെല്ലിനൊരു സെല്ലുണ്ട്. ഈ മൈലോമ സെൽ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പ്രത്യേകത ഒരു പെട്ടെന്ന് ഡിവിഷൻ നടക്കും. പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് പോകുന്നൊരു സെല്ലാണിത്. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അവരെ കൊണ്ട് പെട്ടെന്ന്. ലിംഫോസൈറ്റ് ആണ് നമ്മുടെ ബോഡിയിലുള്ള WBCയിലുള്ളത്. അവരാണ് ഈ ആൻറ്റിബോഡി
പ്രൊഡ്യൂസേഴ്സ്, ആൻറ്റിബോഡി ഉണ്ടാക്കുന്നവരാണ്. സോ ഇത്രയും 2 സെല്ല്, മൈലോമ സെല്ലും ലിംഫോസൈറ്റ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഹൈബ്രിഡ് സെൽ, ഹൈബ്രിഡോമ എന്നൊരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈബ്രിഡോമയുടെ പ്രത്യേകത എന്തായിരിക്കും വെച്ചാൽ മൈലോമ സെല്ലിനെ പോലെ പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും, ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ലിംഫോസൈറ്റിനെ പോലെ നല്ല രീതിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈബ്രിഡോമയാണ് ഉണ്ടാക്കുന്നത്. ഈ ഹൈബ്രിഡോമയാണ് നമ്മൾ മനുഷ്യൻ്റെ ബോഡിയിലേക്ക് കുത്തിവെക്കുന്നത്. സോ ഈ ഹൈബ്രിഡോമ പെട്ടെന്ന് സ്പ്ലിറ്റായി നല്ല രീതിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും വൈറസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വാർത്ത. സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ ഞാനിപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ് മാച്ചിങ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇതിലേതാണ് തെറ്റെന്നുള്ളത് ഇപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. എല്ലാവരും നന്നായി റിവൈസ് ചെയ്യുക. വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ആ ആഴ്ചയിലുള്ള DNSകളെല്ലാം റിവൈസ് ചെയ്യണം. നോട്ട്സ് എഴുതി വെക്കുന്നവരുണ്ടാവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പല രീതികളിലാണ് പല ആൾക്കാർ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഓഡിയോ ആക്കി ഡൗൺലോഡ് ചെയ്ത് കേട്ട് വെക്കുന്നവരുണ്ടാവാം. സോ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് പോസിബിളായ മെത്തേഡ് ചൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ കാണുന്നതാണ് റവാണ്ടയുടെ മാപ്പ്. നേരത്തെ ആഡ് ചെയ്താൽ അത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. സോ റവാണ്ടയ്ക്ക് ചുറ്റും ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത്, റവാണ്ടയ്ക്ക് ബോർഡേഴ്സ് ഏതൊക്കെയാണ്. സോ താഴ്ഭാഗത്തായിട്ട് ബുറുണ്ടി കാണാം, ലെഫ്റ്റ് സൈഡിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൈഡിൽ ടാൻസാനിയ. സോ 4 രാജ്യങ്ങളാണ് റവാണ്ടയ്ക്ക് ചുറ്റും ഉള്ളത്. സോ പ്രിലിംസ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആവാം. റവാണ്ടേൻ്റെ ഒന്നാമത് ഇപ്പോൾ ഓൾറെഡി റവാണ്ട വാർത്തയിൽ വന്നതുകൊണ്ട് റവാണ്ട ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.